أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربنا الذي أعطى كل شيء خلقه ثم هدى മന സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവി ആണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം വാസ്തവത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തൽ നിർബന്ധമായ, ശ്രദ്ധിക്കൽ നിർബന്ധമായ അഖ്ലാഖിയായ ഭാഗമാണ്. നാം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ പതിവനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തെ, ഈ ഭൗതിക ശരീരത്തിന് യാതൊരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം പാടുപെടുന്നു. അതിനുവേണ്ടി അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജ്, ചികിത്സ ഉപയോഗിക്കുന്നതിനേക്കാളും ഉത്തമം ആ ചികിത്സ ചെയ്യാൻ ആവശ്യം വേണ്ടി വരാത്ത രൂപത്തിൽ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടി പാടുപെടലാണ്. അതിനെക്കുറിച്ചാണ് വിഖായ എന്ന് പറയുക. അഥവാ നല്ലത് തിന്നുക, നല്ലത് കുടിക്കുക, നല്ലത് ഉപയോഗിക്കുക. അപ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിന് വല്ല കോട്ടവും വല്ല രോഗവും ബാധിച്ചാൽ ആ രോഗത്തിൽ ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, എന്തായിരുന്നാലും അങ്ങനെയുള്ളതായ രോഗങ്ങൾക്ക് ഭാവിയിൽ അത് വർദ്ധിക്കാതിരിക്കുവാനും അതിന് വിഖായത്ത് നൽകുവാനും വേണ്ടി നമുക്ക് വളരെ നാം ഇഷ്ടപ്പെടുന്നതായ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? രോഗം അത് വികസിക്കാതിരിക്കുവാനും രോഗം വർദ്ധിക്കാതിരിക്കുവാനും വേണ്ടി എന്നത്. ഇതൊക്കെ ഭൗതിക ശരീരത്തിനുള്ളതായ നാം സാധാരണ കാട്ടാറുള്ളതായ ചികിത്സയാണ്, സാധാരണ കാട്ടാറുള്ളതായ രൂപമാണ്. അത് നല്ല കാര്യവുമാണ്, അത് വിരോധിക്കുന്നതുമല്ല. അതിൽ നമുക്ക് വളരെ അത്യാഗ്രഹം ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് തീരെ ഷുഗർ ഉപയോഗിക്കുകയില്ല. ഷുഗർ ഉള്ളവരാണെങ്കിൽ, അപ്രകാരം തന്നെ പ്രഷർ ഉള്ളവരാണെങ്കിലും അവർ തീരെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇതെല്ലാം നമുക്ക് അനുഭവമാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിനുള്ളതായ നന്മയും അതേ സമയത്ത് ഭൗതിക ശരീരമാകുന്ന ഈ ശരീരത്തെ പരലോകത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാനുള്ളതായ മാധ്യമമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നാം പ്രശ്രദ്ധിക്കൽ ഇതിനേക്കാളും നിർബന്ധമല്ലേ, ഇതിനേക്കാളും അനിവാര്യമല്ലേ എന്ന് മക്ക ഇമാമു ചോദിക്കുന്നു. ഉദാഹരണമായി ആദ്യം അദ്ദേഹം എടുത്തു വെച്ചത് പുകവലി പോലത്തതായ ദൂഷ്യകരമായ നമ്മുടെ ശരീരത്തിന് ദോഷം തട്ടുന്നു, ശരീരത്തിന് അത് ഹാനികരമാകുന്നു. അതോടൊപ്പം അതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് കോപവും ശാപവും ഇറങ്ങുന്നു. അത് വികസിച്ചു കഴിഞ്ഞാൽ ലഹരി പദാർത്ഥത്തിലേക്ക് എത്തുകയും അള്ളാഹു വിരോധിച്ചതായ വളരെ വളരെ ശക്തിയായ ശൈലിയിൽ അള്ളാഹു ഖുർആനിൽ സംസാരിച്ചതായ, നിങ്ങൾ ഇതിൽ നിന്നിട്ട് വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചതായ, നിങ്ങൾ ഇതിൽ നിന്നിട്ട് ഒഴിവാക്കുന്നില്ലേ എന്ന് ചോദിച്ചതായ ആ ഹംറു പോലത്തതായ, കള്ളു പോലത്തതായ, അതിന്റെ എല്ലാ ഇനങ്ങൾ ഉൾക്കൊള്ളുന്നതായ ലഹരി പദാർത്ഥങ്ങളൊക്കെ നാം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്നതായ ആഫത്തും അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്നതായ വിപത്തും എത്രമാത്രമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്തരം കാര്യങ്ങളെയെല്ലാം നാം ആദ്യം കേട്ടതുപോലെ, ആദ്യം നാം മനസ്സിലാക്കിയതുപോലെ, ആദ്യം പറഞ്ഞതായ ഉദാഹരണത്തിൽ നാം തദാവി ഇസ്ലാം അനുവദിച്ചതായ മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നാം വിഖായ നടത്താറുണ്ട്, സൂക്ഷ്മത പാലിക്കാറുണ്ട്. എന്നതുപോലെ എന്തുകൊണ്ട് നാം ഈ ഭൗതിക ശരീരത്തിനുള്ള സംരക്ഷണം അതോടൊപ്പം പരലോകത്തിലുള്ളതായ പരലോകമോക്ഷം നേടാനുള്ളതായ മാധ്യമം കൈക്കൊള്ളുന്നില്ല എന്ന് മക്ക ഇമാമു ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുതുബയെ ആരംഭിച്ചത്. അള്ളാഹു നമ്മളോട് നാം കഴിക്കുന്നതായ എല്ലാ സാധനത്തെക്കുറിച്ചും, അത് ഭക്ഷണമാവട്ടെ പാനീയമാവട്ടെ, അത് ഹലാലാണോ ഹറാമാണോ, അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്നതിനെ കുറിച്ച് ഹിസാബ് ചെയ്യപ്പെടും, എന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടും എന്ന് വിശ്വാസമുള്ളവരല്ലേ മുസ്ലിങ്ങൾ. അപ്പോൾ നാം സത്യവിശ്വാസികൾ, ബുദ്ധിജീവികൾ, അവൻ വിവേകവും ബുദ്ധിയും ഉണ്ടെങ്കിൽ അവൻ കാശ് ചെലവാക്കി ആ കാശിനെ അള്ളാഹുവിന്റെ വഴിയിൽ മുഹറമാത്തിന് വേണ്ടി കാശ് ചെലവാക്കിയിട്ട് അത് വേസ്റ്റാക്കുകയും ആ കാശ് വേസ്റ്റാക്കുന്നതോടൊപ്പം അവന്റെ ശരീരത്തെ നശിപ്പിക്കുകയും അവന്റെ ശരീരം നശിക്കാൻ കാരണമായി തീരുകയും ചെയ്യുകയും അതോടൊപ്പം പരലോകത്തിൽ വളരെ വളരെ വലിയ ശിക്ഷയ്ക്ക് വിധേയനായി മാറുകയും ചെയ്യുന്നതായ മഹാപാപവും മഹാതെറ്റുമല്ലേ ഈ ലഹരി പദാർത്ഥങ്ങളും. അതുപോലെ തന്നെ അതിന്റെ ചെറിയ രൂപമാകുന്ന ഈ അറബികൾ യമൻ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്നതായ അൽഗാത്തി എന്ന സാധനം നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങളിപ്പോൾ അവിടെ നടക്കുന്നതായ യുദ്ധങ്ങളൊക്കെ കാണുന്ന സന്ദർഭത്തിൽ പലരും അവർ തൊള്ളയിൽ നിറച്ചു കിടക്കുന്നതായിട്ട് കാണാം. അതെന്താണ്? അൽഗാത്തി എന്നതായ ഒരു ഇലയെ അവരെ തിന്നലാണ്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് അത് കാരണത്താൽ ആവേശവും ഉന്മേഷവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെയാണ് പുകവലിക്കുന്നവരും, അതുപോലെ തന്നെയാണ് വെറ്റില പോലത്തതായ ഇലകൾ തിന്നുന്നവരും അവരൊക്കെ കാട്ടുന്നത് എന്ന് നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദൂഷ്യം കുറിക്കുന്നതായ ഭാഗമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന, അള്ളാഹുവിനെ കോപ്പിക്കുന്നതായ സർവ്വ പാപങ്ങളെ ഒഴിവാക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാം അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തതായ ആ മഹാ ഉടമ്പടിയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് നാം ജീവിക്കുമെന്നതും അള്ളാഹു നിയോഗിച്ചതായ നബിമാർ കൊണ്ടുവന്നതായ ആ തത്വങ്ങളുടെ ബേക്കിൽ അണിനിരക്കുമെന്നതും അതിന്റെ മുഖ്യ ഭാഗമാണ് ശിർക്കിൽ നിട്ട് മുക്തരാവുക. മക്ക ഇമാം ഊന്നി പറയുന്നു, ശിർക്കിൽ നിട്ട് മുക്തരാവുക എന്നത് ദുനൂബുകളിൽ നിട്ട് നാം ഒഴിവാവാൻ തീരുമാനിച്ചാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നാം നിർബന്ധം പുലർത്തേണ്ടത്, ഖുർആനിൽ എന്റെ ഭാഷയിൽ ഞാൻ പറയാറുള്ളത് പോലെ ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹു കർശനമായ ഭാഷയിൽ, ശക്തിയായ ഭാഷയിൽ അരുത് 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 എന്ന് തീർത്ത് പറഞ്ഞതായ ആ ശിർക്കൻ പദ്ധതി, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അർക്കുക, അള്ളാഹുവിനെ വില വെക്കാതിരിക്കുക, അള്ളാഹുവിന്റെ ആ മഹാ അധികാരത്തിൽ കൈകടത്തുക, അവന് മാത്രം അധികാരമുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കുക, രോഗങ്ങൾ മാറ്റുക പോലത്തതായ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളായ മരണപ്പെട്ടു പോയവരാവട്ടെ ജീവിക്കുന്നവരാവട്ടെ അങ്ങനെയുള്ള മനുഷ്യന്മാരോടും ജിന്നുകളോടും മലക്കുകളോടും വസ്തുക്കളോടും വ്യക്തികളോടും ചോദിക്കുക. ഇത് ഏറ്റവും വലിയ തെറ്റാണല്ലോ. അള്ളാഹു പറയുന്നു ഖുർആനിൽ, മക്ക ഇമാം ഓതിയതായ ആയത്താണ്, വല്ലദീന ഇജ്തനബു ത്താഗൂത അൻ യഅബുദുഹാ വഅനാബു ഇലല്ലാഹി ലഹുൽ ബുശ്റാ. താഗൂത്തിനെ ഒഴിവാക്കിയവർ അഥവാ അള്ളാഹു അല്ലാത്തതായ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നത് ആരുണ്ടോ, അത് ബിംബമാവട്ടെ, വസ്തുവാവട്ടെ, വ്യക്തിയാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കുകളാവട്ടെ, അവരെല്ലാം അള്ളാഹു അല്ലാത്തതായ അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശം അവർക്ക് നൽകുകയാണെങ്കിൽ അവരെക്കുറിച്ച് താഗൂത്തെന്ന് പറയും. അവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ താഗൂത്തെന്ന് പറയും. ഇഷ്ടപ്പെടാത്ത ഈസ നബിയെ പോലത്തെ അതുപോലെ മഹാത്മാക്കളെ സാലിഹ്യങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയാണെങ്കിൽ അവരെക്കുറിച്ച് പറയപ്പെടുകയില്ല താഗൂത്തി എന്ന്. പക്ഷേ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതായ എല്ലാറ്റിന്റെയും പേരാണ് എന്ത്, താഗൂത്തി എന്ന്. ആ താഗൂത്തിനെ ഉപേക്ഷിക്കുന്ന വിഭാഗം, അതിനെ ആരാധിക്കുക എന്ന ആ മഹാപാപത്തെ ഉപേക്ഷിക്കുന്ന വിഭാഗം, അതുപോലെ തന്നെ അനാബു ഇലല്ലാ എന്നിട്ട് അവകളെല്ലാം ഒഴിവാക്കിയിട്ട് ഖബർ പൂജയെ ഒഴിവാക്കി, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒഴിവാക്കി, ഔലിയാക്കന്മാരെയും സാലിഹ്യങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒഴിവാക്കി, അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്നതായ ആ മഹാനീജ നികൃഷ്ട ശൈലി ഒഴിവാക്കി അള്ളാഹുലേക്ക് മടങ്ങുന്നവർ വനാബു ഇലല്ലാ, അള്ളാഹു പറയുന്നു ലഹുമുൽ ബുശ്റ, അവർക്കാണ് സന്തോഷ വാർത്ത, അവർക്കാണ് സന്തോഷ വാർത്ത, അവർക്കാണ് പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണമാസന്നമാവുന്ന വേളയിൽ ഇവിടെ സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞതും അവരെ കുറിച്ചാണ്. അവർക്കാണ് മരണപ്പെട്ടതിന് ശേഷം ഖബർ ശിക്ഷയില്ലാതെ രക്ഷപ്പെടാനും ഖബറിൽ വെച്ചിട്ട് സന്തോഷ വാർത്ത ലഭിക്കുവാനും ഭാഗ്യം ലഭിക്കുന്നതായ ലഹുമുൽ ബുശ്റ എന്ന ആ സന്തോഷ വാർത്തയുടെ ഉടമകൾ. അത് അവർക്കാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗം സമ്പാദിക്കുവാനും ശിക്ഷയില്ലാതെ അപകടമില്ലാതെ വിചാരണയില്ലാതെ രക്ഷപ്പെടാനുള്ളതായ ആ മഹാവിജയത്തിലേക്ക് എത്തുവാനും ലഹുമുൽ ബുശ്റ, അവർക്കാണ് സന്തോഷ വാർത്ത എന്ന് അല്ലാഹു പറഞ്ഞതായ ആ ഇനത്തിൽ പെടണമെങ്കിൽ ഷിർക്കിൽ നിട്ട് മോചിക്കണം, ഷിർക്കിൽ നിട്ട് രക്ഷപ്പെടണം. താഗൂത്തിനോടുള്ളതായ ആ ബന്ധം അഥവാ നാം ഇപ്പോൾ ലോകവ്യാപകമായി കാണുന്നത് പോലെ 100% എന്ന് തന്നെ പറയാം. ലോകത്തിൽ ജീവിക്കുന്നവര് അള്ളാഹു അല്ലാത്തവരെയാണ് ആരാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ പേര് അമുസ്ലിങ്ങൾ എന്നായിരിക്കും, ചിലപ്പോൾ അവരുടെ പേര് മുസ്ലിങ്ങൾ എന്നായിരിക്കും. പേരല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ജോലിയാണ്, പ്രവർത്തനമാണ്, ആദർശമാണ്, ആശയമാണ്. അത് ആരുടെ കൂടെ സത്യാദർശമുണ്ടോ, സത്യമായ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കുന്നവരുണ്ടോ അവർക്കാണ് രക്ഷ, അല്ലാത്തവർക്ക് ശിക്ഷ എന്നതാണ് യാഥാർത്ഥ്യം. അത് പേര് നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത്, കബീല നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത്, ജനക്കൂട്ടം ജനാവലി നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത്. എത്ര ബഹുഭൂരിപക്ഷം ചെയ്താലും തെറ്റ് ചെയ്യുന്നവര് തെറ്റാണെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നതാണ്. അതിന് പരലോകത്തിൽ ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശൈലിയാണ് ലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവരുടെ ഇടയിൽ തറവാട് ചോദിക്കപ്പെടുക തന്നെയില്ല. നീ ഏത് നാഷണാലിറ്റിക്കാരനാണ്, നീ ഏത് നാട്ടുകാരനാണ്, നീ ഏത് കബീലക്കാരനാണ് എന്നല്ല ചോദിക്കപ്പെടുക. നീ ചെയ്ത പ്രവർത്തനം, നീ ചെയ്ത ജോലി എന്താണ് എന്നതാണ് ചോദിക്കപ്പെടുക. അവൻ ശിർക്കാണ് ചെയ്തതെങ്കിൽ അവനെ നരകത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചവനാണെങ്കിൽ അവന് രക്ഷയുണ്ട്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാവിപത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി ഒരു വിഭാഗം യുവാക്കൾ രക്ഷപ്പെട്ടതായ സംഭവത്തെക്കുറിച്ച് ഖുർആനിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ മുസ്ലിങ്ങൾ എന്നിട്ട് പലരും ഓതാറുള്ളതായ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിവരിച്ചതായ ആ ഹിക്കായത്തിലേക്ക് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു പറയുകയാണ്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരൊരു യുവാക്കളായിരുന്നു. യുവാക്കൾക്ക് ഇസ്ലാമിൽ മഹാ സ്റ്റാൻഡേർഡ് ഉണ്ട്, മഹാബഹുമതിയുണ്ട്. യുവാക്കൾ നിൽക്കേണ്ടതുപോലെ നിൽക്കേണ്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹും, ആ യുവാക്കൾ അഥവാ മഹാപരാക്രമികളായ തവാഗീത്തുകളുടെ മുമ്പിൽ വെച്ചിട്ട് സത്യം ഉറച്ച് ധൈര്യസമേതം പ്രഖ്യാപിക്കുവാനും അത് അവരുടെ മുമ്പിൽ സമർത്ഥിക്കുവാനും ഒരുങ്ങിയ തയ്യാറെടുത്തതായ ആ യുവാക്കളെ കുറിച്ച് അള്ളാഹു വാഴ്ത്തി പുകഴ്ത്തി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിദ്നാഹും ഹുദാ, അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ ഒളിച്ചിരുന്നതായ ആ കഹ്ഫിനെ, ആ മാളത്തെ അള്ളാഹു സംരക്ഷിക്കുകയും അവരെ ഉറക്കുകയും ചെയ്തതായ മഹാ അത്ഭുത സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ആ സംഭവത്തിലേക്ക് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. ആ മഹാത്മാക്കളാകുന്ന യുവാക്കൾ എന്ത് ഫിത്നയാണ് ഒഴിവാക്കിയത്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, മഹാഫിത്നയാകുന്ന താഗൂത്തിനെ ആരാധിക്കുക, താഗൂത്തിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതായ ആരാധനകളെ സമർപ്പിക്കുക എന്ന മഹാപാപം ചെയ്യുന്ന വിഭാഗത്തിന് ഒഴിവാക്കിയിട്ട് അവരോട് സത്യം പ്രകടമായ രൂപത്തിൽ, പരസ്യമായ രൂപത്തിൽ, ആരെയും പേടിക്കാതെ മടിക്കാതെ കൂസാതെ പറഞ്ഞതായ പ്രഖ്യാപിച്ചതായ ആ യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച സംഭവത്തിലേക്ക് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടിച്ച് വിട്ടതായ, ഇന്നലെ രാത്രി ഞാൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചതായ ആ ഫിത്രത്തിന്റെ മതമാകുന്ന ഈ മതം, ആ മതത്തിന്റെ മുമ്പിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ ഫിത്രത്തിന്റെ മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ കൽപ്പനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം സത്യവിശ്വാസികളായ ബുദ്ധിജീവികളായ അവരുടെ ജീവിതവും അവരുടെ സുലൂക്കിയാത്തുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ എല്ലാ ജീവിത ശൈലിയും എന്ന് മക്ക ഇമാം തുറന്നു പറയുകയുണ്ടായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ യുവാക്കൾ എന്നതായ പദപ്രയോഗം നാം ഇപ്പോൾ കേട്ടപ്പോൾ അദ്ദേഹം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾ വളരെ വളരെ കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നാം നേരത്തെ കേട്ടതായ ആ താഗൂത്തിന്റെ വേക്കിൽ അണിനടക്കുക എന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കുക എന്ന ആ തെറ്റിന് ശേഷം നാം പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലും ആധുനിക മാധ്യമങ്ങളിലൂടെയുമെല്ലാം ധാരാളം ധാരാളം തെറ്റുകൾ ചെയ്യാനുള്ളതായ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ തെറുതെറേ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് മുമ്പിലെല്ലാം കൈമലർത്തേണ്ടി വരുന്നതായ ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇൽഹാദ് വരുന്നു, അഥവാ നിരീശ്വരത്വം വരുന്നു, മതം പൊട്ടി ജീവിക്കുന്നവരുടെ തത്വം പ്രചരിപ്പിക്കപ്പെടുന്നു. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എന്ന് മാത്രമല്ല, അതിനു പുറമെ ഷിയായിസം പ്രചരിക്കപ്പെടുന്നു. അതിനു പുറമെ നമുക്കറിയാവുന്നതുപോലെ സാധാരണ നാം ക്ലാസ്സിലൊക്കെ പറയാറുള്ളതായ ഖബറിന് വേണ്ടി, ഖബറിന്റെ മീതെ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേക ഉത്സവങ്ങളും ഉറൂസുകളും അതുപോലെയുള്ളതായ അനിസ്ലാമിക ചടങ്ങുകളും നിർവഹിക്കുന്നതായ സ്ഥലങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെല്ലാം ധാരാളം പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതായ മാധ്യമങ്ങളിലൂടെ വിട്ടുകടന്നുകൊണ്ടേയിരിക്കുന്നു. ഇൽഹാദിന് വേണ്ടിയുള്ളതായ പ്രത്യേകിച്ച് മക്ക ഇമാം പറയുകയാണ്, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്നിട്ട് പുറത്തു പോകുന്നതായ, അള്ളാഹുവിന്റെ ആ അസ്തിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതായ, അള്ളാഹുവിനെ നിഷേധിക്കുന്നതായ വിഭാഗം വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്, അഥവാ നിരീശ്വരത്വം. അതുപോലെ തന്നെ ഖുർആൻ നിഷേധികൾ വേറെയുണ്ട്, ഹദീസ് നിഷേധികൾ വേറെയുണ്ട്. അങ്ങനെ എന്തെല്ലാം തത്വങ്ങൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന യുഗത്തിൽ അത് ഏറ്റവും കൂടുതൽ വ്യാപകമാകാൻ സഹായകമാകുന്ന യുഗമാണ് ഇന്നത്തെ യുഗമാകുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയും അതുപോലെയുള്ളതായ ആധുനിക മാധ്യമങ്ങളിൽ കൂടിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രാധാന്യം നാം നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് കഴിഞ്ഞാൽ നമ്മുടെ ഉയർന്നു വരുന്നതായ, വളർന്നു വരുന്നതായ ഈ തലമുറയെ നമ്മുടെ നേതാക്കളും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രബോധകന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും നമ്മുടെ എഴുത്തുകാരും നമ്മുടെ ആധുനിക എല്ലാ മാധ്യമങ്ങളും എന്ത് ചെയ്യണം? അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ ഇങ്ങനെയുള്ളതായ അപകടത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്, രംഗത്തിറങ്ങേണ്ടതാണ്. എന്നിട്ട് അവരിൽ നിന്നിട്ട് ഇൽഹാദിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുവാനും, അഖ്ലാഖിയായ പല പല തെറ്റുകൾ വേറെയുമുണ്ട്. അത് ആപേക്ഷികമായിട്ട് ചെറുതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ചെറുത് വലുതായി അവസാനം അതിലൂടെ മനുഷ്യൻ നശിക്കാൻ സാധ്യതയുണ്ട്. അഥവാ സ്വഭാവപരമായ അശ്ലീലങ്ങൾ കാണുക, സെക്സ് ഫിലിമുകൾ കാണുക, ഏത് സമയത്തും അങ്ങനെയുള്ളതായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുള്ളതായ യന്ത്രങ്ങളിലൂടെ കണ്ട് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുക, അതിലൂടെ നമസ്കാരം നഷ്ടപ്പെടുത്തുക, അതിലൂടെ അള്ളാഹുവിനുള്ളതായ ആ ബാധ്യത നിർവഹിക്കാതിരിക്കുക, ദിക്റുള്ള അള്ളാഹിനെ സ്മരിക്കുക എന്നത് ഒഴിവാക്കുക, നല്ല ജീവിതം നയിക്കുന്നതിനോട് വിടവാങ്ങുവാനും, ലഹരി പദാർത്ഥങ്ങൾ അതിലൂടെ ഉപയോഗിക്കുവാനും, വ്യഭിചരിക്കുവാനും, കള്ളു കുടിക്കുവാനും, അനാചാരം ചെയ്യുവാനും, മാതാപിതാക്കളെ ദ്രോഹിക്കുവാനും, മറ്റു സാമൂഹികമായിട്ടുള്ളതായ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുവാനും, അവസാനം അതിലൂടെ അവൻ നശിക്കുവാനും അഥവാ യുവാവ് നശിക്കുവാനും കാരണമായി തീർന്നതായ അപകടത്തിലേക്കാണ് ഇന്നത്തെ യുഗത്തിൽ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ തെളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലുള്ളതായ വടക്ക് നീച ചിന്താഗതികളിൽ കൂടി അതിനെ ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് ഉത്ബോധനം നൽകുവാനും രംഗത്തിറങ്ങേണ്ടതുണ്ട് ഉത്തരവാദപ്പെട്ടവർ എന്ന് മക്ക ഇമാം വളരെ ശക്തിയായ ഭാഷയിൽ പറയുകയുണ്ടായി.
ഒരവസരത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ കൂടെ നാഫി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. നാഫി റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോൾ മക്ക ഇമാം ഉദ്ധരിക്കുകയുണ്ടായി ഈ സംഭവം. ഒരു ശബ്ദം, മിസ്ബാറിന്റെ ശബ്ദം കേട്ടു. മിസ്ബാർ നിങ്ങൾക്കറിയാം, വീണ എന്നൊക്കെ നമുക്കറിയാവുന്നതുപോലെ ധാരാളം മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും എവിടെ തുറന്നാലും എവിടെ കടന്നാലും എവിടെ പ്രവേശിച്ചാലും കേട്ടുകൊണ്ടേയിരിക്കുന്നു. പള്ളിയുടെ അകത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളതായ മൊബൈലുകളിലൂടെ മ്യൂസിക്കുകളാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള യുഗത്തിലാണല്ലോ ഖേദകരമെന്ന് പറയട്ടെ നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു ശബ്ദം കേട്ടപ്പോൾ കേൾക്കാൻ പറ്റാത്ത ശബ്ദമാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചതിലൂടെയാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ ശബ്ദം കേട്ട സന്ദർഭത്തിൽ മഹാനായ ഇബ്നു ഉമർ കാതിൽ കൈവച്ചു. എന്നിട്ട് ആ വഴിയിൽ നിന്നിട്ട് മാറി നിന്നു. എന്നിട്ട് ചോദിക്കുകയുണ്ടായി നാഫിയനോട്, നാഫിയെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാതിൽ നിന്നിട്ട് കൈ ഒഴിവാക്കുകയും ചെയ്തു, ദൂരപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു അവസരത്തിൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെയുള്ളതായ അനിസ്ലാമിക ശബ്ദം, ഇസ്ലാം വിരോധിച്ചതായ ശബ്ദം, വീണയുടെ ശബ്ദം, മിസ്ബാറിന്റെ ശബ്ദം കേട്ടപ്പോൾ റസൂൽ ഞാൻ കാട്ടിയതുപോലെ കാട്ടി. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ കാട്ടിയത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ സംഭവം മക്ക ഇമാം ഉദ്ധരിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിഖായയാണ് മുഖ്യം. അഥവാ ഇത്തരം അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്നെ പറഞ്ഞത് ഖുർആനിൽ എന്താണ്? വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ്. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിന്റെ മാധ്യമങ്ങളാകുന്നതായ കേൾവികൾ, കാഴ്ചകൾ, പാട്ടുകൾ, മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങൾ, അശ്ലീലങ്ങൾ എന്തെല്ലാം ഉണ്ടോ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതായ ഫിലിംസുകൾ, അത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതായ നോവലുകൾ, ഇതൊന്നും കാണാതിരിക്കുകയും വായിക്കാതിരിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യലാണ് ഉത്തമമായ രീതി എന്ന് മക്ക ഇമാം തുടരുകയുണ്ടായി. ഇതെല്ലാം നമ്മളെ പൈശാചിക ഇഗ്വാഇൽ നമ്മളെ വലിച്ചെറിയപ്പെടുന്നതും പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ചെറുതായിട്ട് അത് വർദ്ധിച്ചിട്ട് വലുതായിട്ട് അത് മാറുന്നതും അവസാനം രക്ഷപ്പെടാൻ പറ്റാത്തതായ ചുറ്റുപാടിലേക്ക് എത്തുന്നതും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ ലഹരി പദാർത്ഥത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് കാരണത്താൽ മനുഷ്യന്മാർ ജയിലിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ ദയനീയ അവസ്ഥ ധാരാളം ഇവിടെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് അവർക്കൊക്കെ ശിക്ഷ നൽകുന്ന ശൈലിയൊക്കെ നാം കേൾക്കാറുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നാമതായി അവർക്ക് ജയിലുകളിലേക്കെല്ലാം പ്രബോധകന്മാരയക്കുന്നു. ഇസ്ലാം ഖുർആൻ എന്ത് പറയുന്നു, അള്ളാഹു എന്ത് പറയുന്നു, റസൂൽ എന്ത് പറയുന്നു എന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വഴി നൽകാൻ വേണ്ടി, അവർക്ക് ബോധനം നൽകാൻ വേണ്ടി ആൾക്കാരെ നിയോഗിക്കുന്നു. രണ്ടാമതായിട്ട് അവർ കൂടുതൽ ഡോസ് കൂടിയതായ സാധനം ഉപയോഗിക്കുന്നതിന് ഡോസ് കുറച്ചിട്ട് അവർക്ക് അതിലൂടെ ആ ലഹരി പദാർത്ഥങ്ങളിലൂടെ എന്നേക്കുമായി വിടവാങ്ങാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ടാണ് അവരെ ജയിലിൽ നിന്നിട്ട് മോചിപ്പിക്കാറുള്ളത്. ആ രൂപത്തിലുള്ള ശിക്ഷണമാണ് ഇവിടെ നടക്കാറുള്ളത് മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള അപകടത്തിൽ തുടക്കത്തിൽ പെടാതിരിക്കാൻ വേണ്ടി തന്നെ തുടക്കത്തിൽ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി വിഖായ, സംരക്ഷണം, അതാണ് ഉത്തമമായ രീതി എന്ന് മക്ക ഇമാം പറയുകയും ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫു മിനശ് ശൈത്താനി തദക്കറു ഫൈദാ ഹും മുബ്സിറൂൻ എന്ന ആയത്ത് ഓതുകയുണ്ടായി. അവസാനമായിട്ട് മക്ക ഇമാം അഥവാ മുത്തഖിയായ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സൂക്ഷിക്കുന്ന, അള്ളാഹിനെ പേടിക്കുന്ന സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് പൈശാചിക ശല്യം തട്ടുമ്പോൾ, പൈശാചിക ശല്യം തട്ടുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭാഗത്തിലിട്ട് വസ്തുവാസ് വരുമ്പോൾ അത് ചെയ്യൂ, ഇത് കാട്ടൂ, അത് കുടിക്കൂ, ഇത് തിന്നു എന്ന് വിരോധിക്കപ്പെട്ട കാര്യത്തിലേക്ക് പ്രേരണ പിശാചിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വരുമ്പോൾ തദക്കറു, ഉടനെ അള്ളാഹുവിനെ ഓർക്കുന്നു, അള്ളാഹിനെ പേടി വരുന്നു. അള്ളാഹുവിനെ പേടി വരണമെങ്കിലും അള്ളാഹിനെ ഓർക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? നമുക്ക് വാസിഉദ്ദീനി ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ യുവാക്കളിൽ. അഥവാ ഇസ്ലാമിക ആവേശവും ഉന്മേഷവും ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരവും അള്ളാഹുവിനോടുള്ള പേടിയും റസൂലുള്ളാഹിന്റെ കൽപ്പനകളും ഇതെല്ലാം അവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അത് ഇട്ടുകൊടുക്കണം. അവർക്ക് അത് ചെറുപ്പത്തിലെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, യുവാക്കൾക്ക് പ്രത്യേകിച്ച്. കാരണം യുവാക്കൾ ചോരത്തിളപ്പുള്ള സന്ദർഭത്തിൽ എന്തും കാട്ടാൻ അവർക്ക് തോന്നും, അവർക്ക് ആവേശമുണ്ടായിരിക്കും, അവർക്ക് ഉന്മേഷമുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നിട്ടെല്ലാം മോചിക്കാനുള്ളതായ മാധ്യമം അത് ഒന്ന് മാത്രമാണ്. അതെന്താണ്? ചെറുപ്പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് 10-12 വയസ്സുള്ള ആ സന്ദർഭത്തിൽ തന്നെ ഇഹ്ഫദില്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കൂ കുട്ടി, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിലെ ശിക്ഷണം നൽകുമ്പോൾ നൽകേണ്ടതുപോലെ നൽകിയിട്ട് ഇസ്ലാമിക ശിക്ഷണം ഉൾക്കൊള്ളുന്നവരായിട്ട്, അത് നടപ്പാക്കുന്നവരായിട്ട്, അത് ഉപയോഗപ്രദമാക്കാൻ ജീവിതമാസകലം കഴിയുന്നതായ പ്രാപ്തിയുള്ളവരായിട്ട് അവരെ മാറ്റാൻ വേണ്ടിയാണ് മുറബ്ബീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ തർബിയത്ത് നൽകുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് മക്ക ഇമാം ഊന്നിപ്പറയുകയുണ്ടായി. പ്രസംഗത്തിന്റെ സമാപനത്തിൽ മദീന ഇമാം സംസാരിച്ച വിഷയം അത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യതയെ കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, മഖാസിദു ശരീഅത്തു ഇമാറത്തുൽ ലിൽ കൗൻ, ശരീഅ വെക്കുന്ന
ഉണ്ടാക്കുന്നതായ നിയമാവലികളൊക്കെ അത് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, മനുഷ്യരാശിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, നമുക്ക് ആസകലം ലോകത്തിന് ആസകലമുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ഇവിടെ ഇസ്ലാം വെക്കുന്നതായ നിയമങ്ങളും വിധിവിലക്കുകളൊക്കെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ ചുറ്റുപാടുകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും നമുക്ക് അവസാനം യുവാക്കളാകുമ്പോൾ ജോലി ചെയ്യേണ്ടതായ സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ ജോലി ചെയ്യാനുള്ളതായ സൗകര്യം ചെയ്തു തരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ കോളേജിലേക്ക് എത്തി, മറ്റാൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി, പിന്നെ ഒരാള് ഓഫീസറായി, പിന്നെ ഒരാൾ ഉദ്യോഗസ്ഥനായി, അങ്ങനെ പല രൂപത്തിലും ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായ ചുറ്റുപാടിലേക്ക് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ് എന്ത്? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഓരോരുത്തരോടും അവരുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ സദസ്സിൽ വെച്ചിട്ട് പരലോകത്തിൽ എന്നത് അവന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമുക്ക് പരിചയമുള്ള സഹാബിയാണല്ലോ, അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ്. ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ ശേഷികെട്ട ആളാണ്, നിങ്ങൾ ശേഷികെട്ട ആളാണ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ നഫ്സ് അതിന് സഹായിക്കുന്നതല്ല എന്ന് റസൂൽ പറയും പോലെ, അതുകൊണ്ട് നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് ആ ബാധ്യത വേണ്ട, നിങ്ങൾക്ക് ആ ചുമതല വേണ്ട, നിങ്ങൾ അത് ഒഴിവാക്കുക. എന്തുകൊണ്ട്? ഇന്നഹ അമാന, അത് സൂക്ഷിപ്പ് സ്വത്താണ്. ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയുൻ വനദാമ, അത് പരലോകത്തിൽ നിങ്ങൾക്ക് നിന്ദ്യതയും നികൃഷ്ടതയും സംഭവിക്കേണ്ടി വരും. ആ സൂക്ഷിപ്പ് സ്വത്തിൽ നിങ്ങൾ ഏൽക്കേണ്ടതുപോലെ ഏറ്റിട്ടില്ലെങ്കിൽ, ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ, ബാധ്യത നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്ന് മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് നമ്മുടെ കണ്ണിലുണ്ണിയായ ഞാൻ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ മുത്തമനാണ്, നിന്നിലേക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ജാമിഅ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് നിന്നിലേക്ക് ഒരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ നിന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ സമർപ്പിക്കുന്നത്. അപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നീ അത് ആ എഗ്രിമെന്റ് ചെയ്യലോടുകൂടി അതിൽ ഒപ്പിടലോടുകൂടി അത് ഏറ്റെടുത്ത ആളായി മാറുന്നു. പിന്നെ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ പരിശ്രമിക്കുക എന്ന ബാധ്യത നീ നിർവഹിക്കേണ്ടി വരുന്നു. അത് നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കുറ്റക്കാരായിരുന്നു. ആരോടായിരുന്നാലും വിരോധമില്ല, ഏത് കാണുമാനോടായിരുന്നാലും വിരോധമില്ല. അവിടെയെല്ലാം നീതി പാലിക്കണമെന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. കാരണം ഒരു മുഅ്മിൻ അവൻ ചെയ്യുന്നതായ ആ ബാധ്യത അഖദ് അഥവാ ഉടമ്പടി എഗ്രിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ജീവിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഔഫൂ ബിൽ ഉഖൂദ്, ഔഫൂ ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ നിങ്ങൾ എഗ്രിമെന്റ് ശരിക്ക് പാലിക്കണം, നിർവഹിക്കണം, അതിൽ വീഴ്ച വരുത്തരുത്. നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ബാധ്യത മുഴുവൻ നിർവഹിക്കൽ നിങ്ങളുടെ ചുമതലയിൽപ്പെട്ടതായി മാറിയെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് മക്ക ഇമാം പറയുകയാണ്, നിങ്ങൾ വളരെ സൂക്ഷ്മത അതിൽ പാലിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു വാക്ക്, ഇന്നക്കും സതഹരിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതൃത്വം കിട്ടണമെന്ന് പൂതി വെച്ചുകൊണ്ട് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വസതകൂന നദാമത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് ദുഃഖമായി മാറും, പ്രയാസമായി മാറും. ഫനിഅമത്തുൽ മുർദിഅതു വബിഇസത്തുൽ ഫാത്തിമതു, അതേ നിങ്ങൾക്ക് ഇവിടെ അതിലൂടെ ശമ്പളം കിട്ടും, നല്ല സ്റ്റാൻഡേർഡ് കിട്ടും, നല്ല ബഹുമതി കിട്ടും, നല്ല ബഹുമാനം കിട്ടും. അതേ സമയത്ത് അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവസാനം എത്തേണ്ടി വരൽ എവിടെയാണ്? ബിഇസത്തുൽ ഫാത്തിമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവസാനം നിനക്ക് അത് ഏൽക്കേണ്ടതുപോലെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും, ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിലും, നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിലും പരലോകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ചുറ്റുപാടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആ എഗ്രിമെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണെങ്കിൽ നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ കൈയിടരുത്. റഹ്മല്ലാഹു റജുലൻ അറഫ നഫ്സ എന്ന് ഞാൻ പറയാറുണ്ട്. അറബികൾ പറയുന്ന ശൈലിയാണ്, റഹ്മല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സി, മനുഷ്യൻ ആരാണ് എന്ന് സ്വന്തം മനസ്സിലാക്കാൻ പറ്റിയവൻ അള്ളാഹു അവൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യനെ പരിചയപ്പെടുക, മനുഷ്യനെ അറിയുക. എന്റെ കഴിവെന്താണ്, എന്റെ കൂടെയുള്ളതായ സർട്ടിഫിക്കറ്റ് എന്താണ്, എന്റെ കൂടെയുള്ളതായ കഴിവെന്താണ് എന്നത് ഓരോരുത്തർക്കും അറിയാം. അവനവന്റെ കഴിവനുസരിച്ചിട്ട് അവൻ ജോലി ഏറ്റെടുത്താൽ മതി എന്നർത്ഥം. അല്ലാത്ത പക്ഷം അവന് കഴിയാത്ത, അവന് നിർവഹിക്കാൻ പറ്റാത്ത ജോലി ഏറ്റെടുത്തിട്ട് അവിടെ വഞ്ചിക്കുക, ഇവിടെ ചതിക്കുക, ഇവിടെ കൃത്രിമം കാട്ടുക, ഇവിടെ തട്ടിപ്പ് നടത്തുക, ഇവിടെ അതിൽ വീഴ്ച വരുത്തുക, ആ രൂപത്തിൽ ആയി മാറാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിലേക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചതായ വാക്കിന്റെ അർത്ഥം. ഈ ഹദീസ് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസ്. അപ്രകാരം തന്നെ മദീന ഇമാം തുടർന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്, ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീരെ കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി തൊട്ടുപോകരുത്, കൈക്കൂലി തീണ്ടിപ്പോകരുത്. എന്തുകൊണ്ട്? കൈക്കൂലി വാങ്ങുന്ന സന്ദർഭത്തിൽ മഹാ അപകടമാണ് ഒരു മനുഷ്യൻ
പരാമർശം ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ ഒരാളുടെ ഫയലിനെ പിന്തിപ്പിച്ച് നിന്റെ ഫയലിനെ മുന്തിപ്പിക്കാൻ അത് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് കൊടുക്കേണ്ട അവകാശത്തെ നഷ്ടപ്പെടുത്തി നിനക്ക് ആ അവകാശം തരാനുള്ളതായ കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ഭൂമിയെ കട്ട് ചെയ്തിട്ട് നിനക്ക് ആ ഭൂമിയെ തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പല രൂപത്തിൽ വഞ്ചനയും ചതിവും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്തിലൂടെ? കൈക്കൂലിയിലൂടെ. അപ്പോൾ കൈക്കൂലി കൊടുക്കുന്നത് തന്നെ നിനക്ക് നേടേണ്ടതായ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിനക്ക് നേടേണ്ടതല്ലാത്ത അവകാശത്തെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് വീഴ്ച വരുത്തിയും നേടിയെടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കൈക്കൂലി കൊടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ തീരെ അരുത്, അത് പാടുള്ളതേ അല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ദുനിയാവിൽ നിന്നിട്ട് വരുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, നമ്മെ വഞ്ചിച്ചവൻ നമ്മളിൽപ്പെട്ട ആളല്ല. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങിയവരെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. കൈക്കൂലി വാങ്ങിയവർ വഞ്ചിക്കുന്ന ആളാണ്, ചതിക്കുന്ന ആളാണ്. പലപ്പോഴും ആരൊക്കെ ചതിച്ചു? അവന്റെ ഗവൺമെന്റിനെ ചതിച്ചു, അവനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതായ കോളേജിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, അവരെല്ലാം വഞ്ചിച്ചു. അവൻ എഴുതിയതായ അഗ്രിമെന്റിൽ വീഴ്ച വരുത്തി, അതിൽ മുഖാലഫത്ത് നടത്തി. അങ്ങനെ പല നിലക്കും അവൻ ആ കൈക്കൂലി വാങ്ങുന്നതിലൂടെ അവൻ മഹാപാപം ചെയ്ത ആളായി മാറുന്നു എന്നാണ് അതിലൂടെ വരിക എന്ന് മദീന ഇമാം ഇന്ന് പ്രത്യേകം ഊന്നിപ്പറയുകയുണ്ടായി. അതെ, ഇതെല്ലാം കൈക്കൂലി വാങ്ങുക എന്ന ആ മഹാപാപം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഭാഗവും, എന്നിട്ട് അതിൽ നിന്നിട്ട് മോചിതരാവാനും അതിൽ നിന്നിട്ട് മുക്തരാവാനും അത് ഒഴിവാക്കുവാനും ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന് ഊന്നിപ്പറയുകയുണ്ടായി. അതേപോലെ തന്നെ നാം ഒരു ബാധ്യത ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ നാം നമ്മുടേതല്ല ആ ഓഫീസ്, നമ്മുടേതല്ല അവിടെയുള്ളതായ സാധനങ്ങൾ, അവിടെ കിട്ടുന്ന പേന വരെ നമ്മുടേതല്ല, ആ പേന വരെ നമ്മുടെ പോക്കറ്റിലിടാൻ പറ്റുന്നതല്ല. സുബ്ഹാനല്ലാഹ്, അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെ ഞാൻ ഒരു ജോലി, ഒരു ഉദ്യോഗം ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് അമീറായിട്ടോ ഗവർണറായിട്ടോ ഉദ്യോഗസ്ഥനായിട്ടോ അയച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളതായ ഒരു ഹൈത്തിനെ കുറിച്ച്, അഥവാ ഒരു ചരടിനെ കുറിച്ച് ചോദിക്കപ്പെടും. അള്ളാഹ് ചോദിക്കും, ഞാനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അത് ഗവൺമെന്റിന്റേതാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെതാണ്. അവന് അനുവാദം കൂടാതെ നമ്മുടെ സ്വന്തം ആവശ്യാർത്ഥം അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഇല്ലെന്നാണ് പറയുക. പരലോകത്തിൽ ഒരാൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ, ഈ രൂപത്തിലുള്ളതായ ചതിവ് നടത്തി കഴിഞ്ഞാൽ അതുമായിട്ട് പരലോകത്തിലേക്ക് വരും, അതുമായി പരലോകത്തിലേക്ക് അങ്ങനെ തന്നെ ഹാജരാക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാണി നൽകിയതായ ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചു ഒരാള്, ഞാൻ അങ്ങനെ എന്നെ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നൽകണമെന്നാണോ റസൂലെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുതും വലുതുമായ സർവ്വതും നൽകണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, അത് ഇബ്നുൽ ലത്ബിയ്യിന്റെ ഹദീസായിരിക്കും, അത് മശൂറായ ഹദീസാണ്. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്റെ അടുക്കലേക്ക് ഇബ്നുൽ ലത്ബിയ്യ വന്നിട്ട് പറയുകയുണ്ടായി, റസൂലെ, നിങ്ങൾ നിർണയിച്ചതായ ബാധ്യത അനുസരിച്ചിട്ട് ഞാൻ ജോലി ചെയ്തു. പക്ഷെ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഗവർണറായ അല്ലെങ്കിൽ വാലിയായ അല്ലെങ്കിൽ എന്റെ ഉദ്യോഗം ഞാൻ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം സമ്മാനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ സമ്മാനങ്ങൾ അത് എനിക്ക് വന്നതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട്, ഗവൺമെന്റിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പിനെ അവരെ ഏൽപ്പിച്ചു റസൂലുള്ളാഹിക്ക്. മറ്റുള്ളത് എന്റേതാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാപ്പാന്റെ നിന്റെ ഉമ്മാന്റെ വീട്ടിൽ നീ ഇരുന്നാൽ ഈ സമ്മാനങ്ങൾ നിനക്ക് ആരും കൊണ്ടുവരുമോ? ഇല്ല. നിനക്ക് ഈ സമ്മാനം കിട്ടിയത് എന്തിലൂടെയാണ്? ആ കസാല കാരണത്തിലാണ്, ആ കുർസി കാരണത്തിലാണ്, ആ നേതൃത്വം കാരണത്തിലാണ്, ആ നിന്റെ പദവി കാരണത്തിലാണ്. അതുകൊണ്ട് അത് ഒന്നാമത് നീ വാങ്ങാതിരിക്കുക. അഥവാ നീ വാങ്ങിക്കഴിഞ്ഞാൽ അതും ഗവൺമെന്റ് തന്നെ, അതും നിന്നെ ഏൽപ്പിച്ചതായ, നീ അഗ്രിമെന്റ് ചെയ്തതായ ആ സ്ഥാപനത്തിൽ തന്നെ ഏൽപ്പിക്കുക. നിനക്ക് അതിൽ തൊടാനുള്ള അധികാരമില്ല, അവകാശമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശുഖ അലൈഹിം ഫശ്ഖുഖ് അലൈഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ പറയുകയുണ്ടായി. എന്റെ ഉമ്മത്തികളിൽ നിന്നിട്ട് വല്ല കാര്യങ്ങളും ഒരാളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് ആ ജനങ്ങളെ ദ്രോഹിക്കുകയും ആ ജനങ്ങളെ വഞ്ചിക്കുകയും ആ ജനങ്ങളെ മർദ്ദിക്കുകയും അവരിൽ നീതി പുലർത്താതിരിക്കുകയും ചെയ്താൽ അവന് നീ പ്രയാസം നൽകൂ റബ്ബേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഒരു കാര്യം ഒരാൾ ഏൽപ്പിക്കപ്പെട്ടു, എന്നിട്ട് ആ കാര്യം ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം അയാൾ നീതി പുലർത്തുകയും ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും അവർക്ക് നല്ല രൂപത്തിൽ വിധികൾ നൽകുകയും നല്ല രൂപത്തിൽ അവരുടെ ആ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഉദ്യോഗം നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്
നീ റിഫ്ഖ് ചെയ്യണം റബ്ബേ, നീ അവന് വിനയത്തോടു കൂടിയുള്ള റഹ്മത്തിന്റെ അനുഗ്രഹവും റഹ്മത്തും അവനെ പൊതിയണേ റബ്ബേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ നാം ഇവിടെ മദീന ഇമാം പറഞ്ഞതായ ഈ വിഷയങ്ങളൊക്കെ നമ്മയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഇസ്ലാം ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഉദ്യോഗസ്ഥരായിക്കൊള്ളണമെന്നില്ല. ഏത് സംഘടനയുടെ ഏത് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏത് ഒരു മനുഷ്യൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ഡ്യൂട്ടി, എന്റെ കടയിൽ നീ ജോലി ചെയ്തോ എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്റെ ഓർമ്മയിൽ വരികയാണ്, ഒരു മലയാളിയുടെ അടുക്കൽ ഞാൻ മദീനത്ത് കടന്നു, അദ്ദേഹം ബക്കാലയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട്, എന്റെ അടുക്കൽ വല്ല അതിഥികൾ വന്നാൽ ഞാൻ അതിഥികൾക്ക് ഒരു പിസ്റ്റിക്കോല കൊടുക്കുകയാണെങ്കിൽ ഞാൻ അത് എഴുതി വെക്കും കഫീൽ അറിയാൻ വേണ്ടി. കഫീൽ അറിയാതെ ഞാൻ കുടിക്കുകയില്ല, അതിഥികൾക്ക് കൊടുക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷമുണ്ടായി അദ്ദേഹത്തിന്റെ നയം. അങ്ങനെയാണ് വേണ്ടത്. അവിടെയെല്ലാം നാം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. നമ്മുടേതല്ലാത്ത കാര്യത്തിൽ നാം കൈകടത്താൻ പോകരുത്. കാരണം നമ്മുടെ ശരീരം, നമ്മുടെ ചോര ഹറാമിലൂടെയാണ് വളരുന്നതെങ്കിൽ ആ ചോരയുടെ ഉടമ നരകത്തിൽ കിടക്കൽ നിർബന്ധമാണ് എന്ന ഹദീസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എല്ലാ സന്ദർഭത്തിലും. അതുപോലെ തന്നെ മദീന ഇമാം തുടരുന്നു. അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ ഏകദേശം സമാപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, മുസ്ലിങ്ങളുടെ സമ്പത്താണ് നിങ്ങളേക്ക്, അഥവാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോടാണ് പ്രത്യേകിച്ച്, മുസ്ലിങ്ങളുടെ സമ്പത്താണ്, ബൈത്തുൽ മാലുള്ള സമ്പത്താണ്. അല്ലയോ കമ്പനിക്കാരെ, അല്ലയോ ഫാക്ടറിക്കാരെ, അല്ലയോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ, അല്ലയോ നേതൃത്വം വഹിക്കുന്നവരെ, നിങ്ങൾക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരുടെ സമ്പത്താണ്? മുസ്ലിങ്ങളുടെ സമ്പത്താണ്, ബൈത്തുൽ മാലിന്റെ സമ്പത്താണ്. അപ്പോൾ നിങ്ങൾ അതിൽ തട്ടിപ്പ് നടത്തൽ മുസ്ലിങ്ങളെ വഞ്ചിക്കലാണ്, മുസ്ലിങ്ങളെ ആസല വഞ്ചിക്കലാണ്. അവർക്കുള്ള സമ്പത്തിനെയാണ് നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിങ്ങൾ അക്രമം കാട്ടരുത്, അതിൽ നിങ്ങൾ അനീതി കാട്ടരുത്, അതിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഇബ്നുൽ ലുത്ബിയയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മദീന ഇമാം പറയുകയുണ്ടായി. മദീനയിൽ നിന്ന് സംസാരിച്ചത് ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിലൂടെ റജബ് മാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ ഖുത്ബയെ സമാപിച്ചത്. ഇപ്പോൾ റജബ് മാസം ആസന്നമാകുന്ന സന്ദർഭമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പ്രത്യേകിച്ച് റജബിൽ ഉംറയില്ല. റജബൽ ഉംറ ചെയ്യാം, പക്ഷേ റജബ് മാസമാകുമ്പോൾ ഉംറ റമദാനിനെ പോലെ. ആരെങ്കിലും റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ അവന് എന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന റസൂൽ പറഞ്ഞതുപോലെയുള്ള ഒരു ഹദീസുമില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ എതിർക്കുകയാണ്, റസൂലുള്ളാഹി ഉംറ റജബ് മാസത്തിൽ ചെയ്തിട്ടേ ഇല്ല എന്ന് അവർ പറയുകയാണ്. അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പില്ല. എല്ലാ ആഴ്ചയിലുള്ളതായ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ളതായ നോമ്പുണ്ട്, അത് റജബ് മാസത്തിലുമുണ്ട്. എല്ലാ മാസത്തിലും ഉള്ളതായ 13, 14, 15 അല്ലെങ്കിൽ മാസത്തിന്റെ ആദ്യത്തിൽ 3 അല്ലെങ്കിൽ അവസാനത്തിൽ 3 അങ്ങനെയുള്ള നോമ്പുണ്ട്. അത് റജബ് മാസത്തിലുമുണ്ട്. എന്നാൽ അത് റജബ് മാസത്തിൽ മാത്രം നമ്മുടെ നാട്ടിലൊക്കെ നോക്കുന്നത് പോലെ ഒരു 27-ാം ദിവസത്തിലുള്ളതായ ഒരു കള്ള ഹദീസിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായ ഒരു പ്രത്യേക നോമ്പുണ്ട്. അത് ഇസ്ലാമിലില്ല എന്ന് മദീന ഇമാം ഇന്ന് വളരെ ശക്തിയായ ഭാഷയിൽ റസൂലുള്ളാഹിയുടെ മിമ്പറിന്റെ മീതെ ബിദ്അത്ത് പാടില്ല, സുന്നത്ത് മതി, നമുക്ക് കിട്ടിയ ലാഭം, സിദ്ധിച്ച ലാഭം മതി, അത് ഉപയോഗപ്പെടുത്തുക. ദീനിലില്ലാത്തതായ ബിദ്അത്തുകൾ ഇസ്ലാമിന്റെ പേരിൽ ലൈലത്തുൽ ഇസ്രാ എന്ന ഇസ്രായേൽ രാത്രി എന്ന പേരിൽ 27-ാം ദിവസത്തിൽ പ്രത്യേക ആഘോഷങ്ങൾ കൊണ്ടാടുക, അത് ഇസ്ലാമിലില്ല. ഞാൻ പറയല്ല, മദീന ഇമാം ഇന്ന് റസൂലുള്ളാഹിയുടെ മിമ്പറിന്റെ മീതെ വെച്ച് പറഞ്ഞതാണ്. ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളതായ ആഘോഷം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അതിനൊരു തെളിവുമില്ല, ഖുർആനിലുമില്ല, സുന്നത്തിലുമില്ല. നമ്മുടെ സലഫ് സാലിഹ്യങ്ങളായ ഈ നാട്ടിൽ ഈ മദീനയിൽ ജീവിച്ച് മരിച്ചു പോയതായ മുഹാജിറുകളോ അൻസാറുകളോ സലഫ് സാലിഹ്യങ്ങളോ ചെയ്തിട്ടില്ല, താബിഈങ്ങളോ താബിഈ താബിഈകളോ ചെയ്തിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള തത്വം തന്നെ ഇല്ല. ജനങ്ങൾ പിൻകാലഘട്ടത്തിൽ ഉണ്ടാക്കിയതായ ആഘോഷങ്ങളാണ്, അതൊക്കെ അനിസ്ലാമികമാണ് എന്ന് മദീന ഇമാം എന്ന് മദീന മിമ്പറിന്റെ മീതെ ശക്തിയായ ഭാഷയിൽ പറയുകയും, നിങ്ങൾ തജന്നബു ഒഴിവാവുക, എന്തിന്? ബിദ്അകളെ, അഥവാ ഇസ്ലാമിൽ ഇല്ലാത്തതായ പുതുതായി ഉണ്ടാക്കപ്പെട്ടതായ ബിദ്അത്തുകളെ നിങ്ങൾ ഒഴിവാവുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്തുടർച്ച കൈക്കൊള്ളുക. അവരിൽ നല്ല മാതൃക നിങ്ങൾക്കുണ്ട്, ആ മാതൃക നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കരുത്. അത് ദീനായി മാറുന്നതല്ല. അതിലൂടെ നിങ്ങൾക്ക് തെറ്റാണ് ലഭിക്കുക, അഥവാ തെറ്റ് ചെയ്തവരായി മാറുകയും ചെയ്യും. അതോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ വെളുക്കാൻ തേച്ച് പാണ്ട എന്ന് പറഞ്ഞ മാതിരി നോമ്പ് നോറ്റിട്ട് നരകത്തിൽ പോവാ. 27-ാം ദിവസത്തിൽ പ്രത്യേക ഇസ്രാന്റെ ദിവസം എന്ന പേരിൽ ഒരു ആഘോഷമുണ്ടാക്കിയിട്ട് ആ ആഘോഷത്തോടെ നരകത്തിൽ പോവുക മഹാ അപകടമല്ലേ? അങ്ങനെ ഒരു ദിവസത്തെ നിർണയിക്കപ്പെട്ടിട്ടേ ഇല്ല. ഏത് ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തിയത്, മിഅ്റാജ് നടത്തിയത് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.
പറഞ്ഞിട്ടില്ല. 5 or 6 അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ദിവസത്തെ നിർണയിച്ചിട്ട്, ഒരു മാസത്തെ നിർണയിച്ചിട്ട് അതിന് പ്രത്യേകം ആരാധനകളും, പ്രത്യേകിച്ച് ചിലർക്ക് റജബ് മാസം ആസകലും നോമ്പ് പിടിക്കും. അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ല. അതെ, ഒരു മനുഷ്യൻ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിക്കേണ്ടി വരും. അത് റജബിൽ മാത്രം നേർച്ചയാക്കാൻ പാടില്ല. ആർക്കെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ട നോമ്പുണ്ടെങ്കിൽ അങ്ങനെ നോമ്പ് നോക്കേണ്ടി വരും. അതല്ല ഈ പറയുന്നത്. റജബ് മാസത്തിന്റെ പ്രത്യേകതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവരതിലൂടെ ശിക്ഷിക്കപ്പെടും നരകത്തിൽ. അള്ളാഹു പറയാത്ത, അള്ളാഹു ഇറക്കാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹു റസൂൽ പറയാത്ത, ചെയ്യാത്ത, അള്ളാഹു റസൂൽ കൽപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തത് കാരണത്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാം അദ്ദേഹത്തിന്റെ ഖുത്ബയെ സമാപിച്ചത്. ഇതുവരെ കേട്ടതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്താൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗികളായിട്ട് രോഗശൈലിയിൽ കിടക്കുന്നവർക്കൊക്കെ അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യം നൽകുകയും, ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് ഡിസ്ചാർജ് ആകുവാനും, അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ അവരുടെ രോഗത്തിൽ സുഖപ്പെട്ടുകൊണ്ട് അവരുടെ സാധാ ജീവിതത്തിലേക്ക് മടങ്ങുവാനും അള്ളാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. കടമുള്ളവരുടെ കടത്തെ വീട്ടട്ടെ, പ്രയാസമുള്ള പ്രയാസത്തെ അകറ്റട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പം ആകട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗ്ഗത്തിൽ വെച്ച് കൂട്ടട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.